Durge, Durge, Jai Jai Durge.
ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഈ പ്രകൃതിയുടെ ഈ വിധമായ ദിവസങ്ങൾ കടന്നു വരികയും ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. അത് ഒരു ഒറ്റ വസ്തു മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതാണ്ട് മെമ്പർഷിപ്പിൽ ഫോമായുടെ രജിസ്ട്രേഷന് 80% കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ രജിസ്ട്രേഷന് ഒരൊറ്റ കാര്യം മാത്രം ഓർത്തിരിക്കുക. നിങ്ങൾ ക്രൂസിൽ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും കരീബിൻ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ വെക്കേഷനൊപ്പം ഫുഡും ഉണ്ട്. ഇത്തവണ വെക്കേഷനോടൊപ്പം ഫുഡോടുള്ള സമൃദ്ധമായ വെക്കേഷന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ജൂൺ 26 മുതൽ 29 വരെ പെൻസെന്റിയാനിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ജനകീയമായ സമൃദ്ധമായ മനോഹരമായ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. എനിക്ക് സമയം പോയതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം, നിങ്ങളെല്ലാവരും ജൂൺ മാസം 26 മുതൽ 29 വരെ ഫിലഡൽഫിയയുടെ പ്രാന്തപ്രദേശമായ വാലി ഫോർജിൽ നടക്കുന്ന കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ച് കൺവെൻഷനെ വിജയകരമാക്കി തീർക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഫോമയുടെ നാഷണൽ കൺവെൻഷൻ കൺവീനറായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ജോൺസ് വർഗീസിനെ സംരക്ഷണി. ജൂൺ 26 തൊട്ട് 29 വരെ ഫിലഡൽഫിയയിൽ നടക്കുന്ന ഫോമയുടെ 4ാമത് കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് ഒരേ ഒരാവശ്യം, നിങ്ങളെല്ലാവരോട് ഷോ ചെയ്യുക. കൺവെൻഷൻ്റെ സർവ്വവിധ പരിപാടികളും ആസൂത്രണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ദയവായി അവിടത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഈ വർഷ 2014 റീജിയണൽ കൺവെൻഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റാർട്ട് ഐലൻഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ 1-2 കാര്യം എടുത്തു പറയാൻ ഇരിക്കാൻ സാധ്യമല്ല. കാരണം കഴിഞ്ഞ ഫോമയുടെ ആരംഭകാലം മുതൽ സ്റ്റാർട്ട് ഐലൻഡ് മലയാളികളുടെ ഒരു വലിയ യുവ നേതൃത്വം അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പങ്കെടുക്കുന്നത് സ്റ്റാർട്ട് ഐലൻഡിലാണ്. അതിൻ്റെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മലയാളി കൾച്ചർ അസോസിയേഷൻ മനോഹരമായ ഒരു കൺവെൻഷൻ നടത്തിയ ന്യൂയോർക്കിലെ മെട്രോ റീജിയന്റെ സാരഥികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. പുഞ്ചവയൽ നിറയെ നിലവായേ പഞ്ചവർണ്ണ കിളികൾ വരവായേ പുഞ്ചവയൽ നിറയെ വിളവായേ പഞ്ചവർണ്ണ കിളികൾ വരവായേ വിളവേറെ ഉണ്ട് കൊയ്യാൻ കൊയ്ത്താളോ ഇല്ല കൊയ്യാൻ അതിരില്ല പാദം നീളെ അഴകിൻ നിറ പൊൻകതിരാണെ മാനം കറുക്കണ മേഘം മറക്കണ കൊയ്യാൻ വാ താളത്തിലീണത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ പുഞ്ചവയൽ നിറയെ വിളവായേ പഞ്ചവർണ്ണ കിളികൾ വരവായേ വിളവേറെ ഉണ്ട് കൊയ്യാൻ കൊയ്ത്താളോ ഇല്ല കൊയ്യാൻ അതിരില്ല പാടം നീളെ അഴകിൻ നിറ പൊൻകതിരാണി മാനം കറുക്കണ മേഘം പറക്കണ കൊയ്യാൻ വാ താളത്തിലീണത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ.
വീശണ് പാടവരമ്പത്ത് പാട്ട പറക്കണ് തുമ്പികൾ തുള്ളണ് മേഘമറയണ് മാറത്തെളിയണ് പൊന്നേ വീശണ് പാടവരമ്പത്ത് പാട്ട പറക്കണ് തുമ്പികൾ തുള്ളണ് കൊയ്ത്തരി വാളട് കൊയ്യാൻ പുറപ്പെട് നല്ല കതിരുകൾ വാളോരെ ദൈവം വിതച്ച വചനം അമിത്തുകൾ ഹൃദയമായി വിളങ്ങല്ലോ പരസ്നേഹം ജപമാകണം ജന്മം ദയചൂടും ചെടിയാകണം വിതച്ചാലും നനച്ചാലും വിധിയാണൻ ഫലം നൽകും വിയർത്തെല്ലാം ഉയർപ്പായിടും കുരിശെല്ലാം കതിരായിടും കുഞ്ചവയൽ നിറയെ വിളവായേ പഞ്ചവമുക്കിളികൾ വരവായേ വിളവേറെ എന്നെ കുയ്യാൻ കൊയ്ത്താലോ ഇല്ല കുയ്യാൻ അതിരില്ല പാടം നീളെ കഴകിൽ നിറക്കും കതിരാണി മനം കറുക്കണ മേഘം പറക്കണ കൊയ്യാൻ വാ താളത്തിരിളത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ തിരുവചനമറിയതു മുന്നേ വഴി വിളക്കാൻ തെളിയണേ രാമകലനിശം യേശുനാഥ തിരുവചനമറിയതു മുന്നേ വഴി വിളക്കാൻ തെളിയണേ രാമകലനിശം യേശുനാഥ കരചരണമിഴിയധരങ്ങൾ നേർന്നിടം ഞാൻ കൃപ തരും കതിരു നിറഞ്ഞൊരു മയനായിടാൻ തിരുവചനമറിയതുമുന്നേ വഴി വിളക്കാൻ തെളിയണേ രാമകലനിശം യേശുനാഥ കുഞ്ചവയൽ നിറയെ വിളവായേ പഞ്ചവർണ്ണക്കിളികൾ വരവായേ വിളവേറെ ഉണ്ടേ കൊയ്യാൻ കൊയ്ത്താളോ ഇല്ല കൊയ്യാൻ അതിരില്ല പാടം നീളെ കഴകിൻ നിറ പൊൻകതിരാണി മനം കറുക്കണ മേഘം പറക്കണ കൊയ്യാൻ വാ താളത്തിരിളത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ മനം കറുക്കണ മേഘം പറക്കണ കൊയ്യാൻ വാ താളത്തിരിളത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ മനം കറുക്കണ മേഘം പറക്കണ കൊയ്യാൻ വാ താളത്തിരിളത്തിൽ സ്വർണ്ണ കതിരുകൾ കൊയ്യാൻ വാ എനിവേ ഹോമായുടെ മെട്രോ റീജിയന്റെ റീജിയണൽ കൺവെൻഷൻ വളരെ ഭംഗിയായി മംഗളമായി ഇവിടെ നടന്നു. അത് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു.
ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ ഈ സ്നോ ആയിരുന്നിട്ട് കൂടി ഇവിടെ വന്ന് അവിടെ നിന്നും ഫിലാഡൽഫിയയിൽ നിന്നും ലൊക്കേഷനിൽ നിന്നും ഒക്കെ വന്ന് ഞങ്ങളൊത്ത് സഹകരിച്ചു. ഞാൻ ദീർഘമായിട്ട് പറഞ്ഞ് നിങ്ങളെ പുഷ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. അതിലൊക്കെ ഇന്നിവിടെ ഈ ഫോമായുടെ പ്രവർത്തനങ്ങളെ പറ്റി പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് മാത്യു, സെക്രട്ടറി അനിയൻ ജോർജ് ഒക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. വളരെ നല്ല കാര്യങ്ങൾ, ജനങ്ങളുടെ നന്മയെ ലക്ഷ്യമാക്കി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഫോമ ഇന്ന് ഇവിടെയും നാട്ടിലുമൊക്കെ ജനങ്ങൾക്ക് ഒരു സംസാര വിഷയമായി തീർന്നിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്നിവിടെ വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഇതിൽ ഞങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഞാൻ ഇതിന്റെ ഈ കൺവെൻഷനിൽ ഫിലാഡൽഫിയയിൽ നിന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് ഇത് വിജയമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയങ്കരനായ, നിശ്ചയത്തിനായ, ശക്തനായ, ഇല്ലെങ്കിൽ കരുത്തനായ പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു, അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഈ പ്രസ്ഥാനം വളരെ ശക്തമാണ്. പല നല്ല കാര്യങ്ങളിലും ഈ അമേരിക്കയിലെ മുഴുവനും നാട്ടിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഫോമയുടെ നാമത്തില്, എന്റെ വ്യക്തിപരമായ നാമത്തില്, നാഷണൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ വ്യക്തിപരമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന്റെ സെക്രട്ടറി ശ്രീമാൻ ഗ്ലാഡ്സൺ വർഗീസ് ചിക്കാഗോയിൽ നിന്ന് വളരെ ത്യാഗം സഹിച്ച് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നെത്തി ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഞങ്ങളെ നയിച്ച അദ്ദേഹത്തിനും ശ്രീമാൻ ഗ്ലാഡ്സൺ വർഗീസിനും ഈ ഫോമയുടെ പേരിലും ഇതിന്റെ നാഷണൽ കമ്മിറ്റി റീജിയണൽ ഈ മെട്രോ റീജിയന്റെ നാമത്തിലുള്ള നന്ദി, കൃതജ്ഞത വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ. കൂടാതെ ഇതിന്റെ വിശിഷ്ട അതിഥികളായി ഇവിടെ ഇതിന്റെ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായി ട്രഷറർ വർഗീസ് ഫിലിപ്പുണ്ട്. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഇവിടെ വളരെ വിശദമായി സ്റ്റാൻലിയും ഒക്കെ പറയുകയുണ്ടായി. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി, ഇത്രയേറെ പട്ടാളക്കാരനായോണ്ടായിരിക്കാം, കർക്കശമായി കണക്കുകളൊക്കെ നോക്കി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ആളാണ് വർഗീസ് ഫിലിപ്പ്. അദ്ദേഹത്തെയും ഈ യോഗത്തിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. വർഗീസ് ഫിലിപ്പ് വളരെയേറെ ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഫോമയിലൂടെ ഈ വർഷം അദ്ദേഹത്തിന്റെ ചാരിറ്റി നടത്തിയത് കാരണം ഫോമയുടെ യശസ് കൂടെ വർദ്ധിക്കുകയുണ്ടായി. ശ്രീമാൻ രാജു ഫിലിപ്പ് അദ്ദേഹവും സാറിനിൽ നിന്ന് പോവുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. കണ്ണാണാൻ വയ്യ, വണ്ടി ഓടിക്കാൻ പാടാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ നാമത്തിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിന്റെ സംഘാടകരായി ഇതിന്റെ ഈ വർഷത്തെ കൺവെൻഷൻ നയിക്കുന്ന വളരെ പ്രഗത്ഭരായ രണ്ട് വ്യക്തികൾ, അനിയൻ ജോർജ്, സലീം ജോൺസി വർഗീസ്. ഇവരൊക്കെ അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ്. ഫോമായിലും പൊക്കാനയിലും ഒക്കെ പ്രവർത്തിച്ച് വളരെയേറെ പരിചയമുള്ള ആൾക്കാരാണ്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ശ്രീമാൻ അനിയൻ ജോർജിനെയും എന്റെ സ്നേഹിതൻ കൂടിയായ സലീമിനെയും ഈ യോഗത്തില് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ അതിലൊക്കെ ഉപരി ഈ മെട്രോ റീജിയന്റെ കൺവെൻഷൻ ഇത്രയേറെ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എന്റെ ഇളയ സഹോദരൻ ശ്രീമാൻ സ്റ്റാൻലി കളത്ത്, അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കുവാൻ തരമില്ല. ഇത്രയേറെ ഉത്തരവാദിത്തത്തോടെ ഈ ചെറുപ്പക്കാരൻ, ഈ പയ്യൻ ഇത്രയേറെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ ഇത്രയേറെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്നതിന് അങ്ങേയറ്റം ജാഗ്രത കാണിക്കുന്ന ഒരു പയ്യൻ. അവർ വളരെ സുഹൃത്ത് ബന്ധമുണ്ട്. ഞങ്ങൾ നാട്ടുകാരാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെയുണ്ട്, വിലിപ്പച്ചായൻ. ഞങ്ങൾ വളരെ സുഹൃത്തുക്കൾ നാട്ടിൽ വെച്ചാൽ അറിയാം. ഈ സ്റ്റാൻലിയുടെ കഴിവ് ഇന്നിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ മെട്രോ റീജിയന്റെ ഈ കൺവെൻഷൻ വിജയപ്രദമാക്കിയതില് സ്റ്റാൻലിയുടെ കഴിവ്, സ്റ്റാൻലിയുടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാര് പലയിടത്തും പോയപ്പോൾ കസേരകളോട് കഥ പറഞ്ഞ ഒരവസ്ഥയല്ല ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. കസേര മുഴുവൻ നിറഞ്ഞ്, ഈ ഹോള് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അവരും സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞായിരിക്കും ഇവിടുന്ന് പോകുന്നതെന്ന് ഞാൻ കരുതുകയാണ്. ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനിയൻ സ്റ്റാൻലി കളത്തിലെ ഈ യോഗത്തിന്റെ നാമത്തിൽ ഞാൻ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂടാതെ എടുത്തു പറയത്തക്ക വിവിധ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. റീജിയന്റെ, ഞാൻ പേര് പറഞ്ഞങ്ങ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡോക്ടർ ജേക്കബ് തോമസ് ഉണ്ട്, സജി അബ്രഹാം ഉണ്ട്, ഞങ്ങളോട് പ്രവർത്തിക്കുന്ന ഇവിടുന്നുള്ള കർണയിൽ നിന്നുള്ള ഷാജിയുണ്ട്, ജോസഫ് നാഷണൽ കമ്മിറ്റി മെമ്പർ ജോസഫ് അബ്രഹാം ഉണ്ട്, പച്ചേട്ടനുണ്ട്. ഫ്ലോറിഡയിൽ നിന്ന് വളരെ ഈ കൺവെൻഷൻ വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആനന്ദൻ നിറവേലിയേട്ടന് എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. പൗലോസ്, മറ്റുള്ള ആൾക്കാർ, ജോസ് കടാവ് ഉള്ള ആൾക്കാരെ ഇവിടെ എത്തിച്ചേർന്നു. പ്രസ് ക്ലബിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ ഇതിന്റെ ആദ്യകാല പ്രവർത്തകര് ജെ മാത്യു സാറ്, അദ്ദേഹം എന്റെ ഒരു പ്രതിസ്ഥാനം വഹിക്കുന്ന ആളാണ്. എപ്പം കണ്ടാലും എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ചാരിറ്റിയെ പറ്റിയൊക്കെ പറയുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കൂടാതെ അതിലെല്ലാം ഉപരി ഇന്ന് ഈ ഹോള് ഇത്ര മനോഹരമായി അലങ്കരിച്ചു തന്ന വർക്കി പാസ്റ്റർ, ഞാൻ ചേട്ടായി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ വർക്കി പാസ്റ്റർ, അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ മകന്
ജസ്റ്റിൻ വളരെ അദ്ദേഹം ഇപ്പൊ സിനിമയിലൊക്കെ കയറിയിരിക്കുകയാണ്. ഞാൻ അതിശയിച്ചു. ബിങ്കോ എന്ന് പറയുന്ന ഒരു 15 മിനിറ്റ് ഒരു പ്രോഗ്രാം, ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം ഇവിടെ എടുക്കുകയുണ്ടായി. 1-2 പേരുടെ കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്നോടൊത്ത് പ്രവർത്തിച്ച, അവർക്ക് ആർക്കും പ്രത്യേകിച്ച് എന്നോടൊത്ത് പ്രവർത്തിച്ചതായ മിസ്റ്റർ ജോസ് വർഗീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഡോക്ടർ ജെ.കെ. തോമസ് ട്രഷറായിട്ട് പ്രവർത്തിച്ചു. മിസ്റ്റർ സജി എബ്രഹാം, ഇതിലെല്ലാം ഞങ്ങളെ എല്ലാം കവർ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു. അതിനും കവർ ചെയ്ത് മിസ്റ്റർ ഷാജി എഴുതുകയാണ് എന്നോടൊത്ത് പ്രവർത്തിച്ചു. ജോസ് എബ്രഹാം പ്രവർത്തിച്ചു. അതിലൊക്കെ ഉപരി ഞാൻ ഒരു ഫ്ലെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ സസന്തോഷം ഞങ്ങൾ ഒന്നിച്ച് ഒരു ക്ലാസ്, ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചാണ് പ്രിയ റോഷിൻ, നിങ്ങളുടെ സ്വന്തം ഗായകൻ റോഷിന് അത് സസന്തോഷം എന്നോട് പറഞ്ഞു, നീ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചൊരു ബെഞ്ചിൽ ഇരുന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. താങ്ക് യു റോഷിൻ. ഒരു നല്ല ഫ്ലെയർ എനിക്ക് അറേഞ്ച് ചെയ്തിരുന്നു. അതിലൊക്കെ ഉപരി ഞാൻ മീഡിയയെ, എന്നോട് അനിയൻ ജോർജ് പറഞ്ഞു സ്റ്റാൻലി മീഡിയ, ഞാൻ ആ നിമിഷം തന്നെ മീഡിയയെ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം അവരിൽ നിന്നൊരു എന്നെ ഊർജ്ജപ്പെടുത്തുമെന്ന്. അതായത് സണ്ണി പൗലോസിനെ, റോയ് മാത്യുവിനെ ഞാൻ വിളിച്ചു, ടാജ്, അതിന്റെ റോയ് ജേക്കബിനെ, മണവാളനെ എതിരേൽക്കാൻ മണവറ ചേരാൻ വിളക്കുവേണ്ടി കാത്തിരുന്നു 10 കന്യകമാർ. വിവേകവതികൾ 5 വിവേകശൂന്യകൾ 5 മത്സരമായി മണവാളനെ നേടാൻ. മണവാളനെ എതിരേൽക്കാൻ മണവറ ചേരാൻ വിളക്കുവേണ്ടി കാത്തിരുന്നു 10 കന്യകമാർ. വിവേകവതികൾ 5 വിവേകശൂന്യകൾ 5 മത്സരമായി മണവാളനെ നേടാൻ. മതിശാലിനികൾ വിളക്കിനൊപ്പം എണ്ണയെടുത്തു തിരികളൊരുക്കി. വിവേകശൂന്യകൾ വിളക്കിനൊപ്പം തിരികളെടുത്തു എണ്ണയെടുത്തില്ല. മതിശാലിനികൾ വിളക്കിനൊപ്പം എണ്ണയെടുത്തു തിരികളൊരുക്കി. വിവേകശൂന്യകൾ വിളക്കിനൊപ്പം തിരികളെടുത്തു എണ്ണയെടുത്തില്ല. നേരം പാട്ടായി കാത്തു കാത്തി കന്യകമാരുറങ്ങിപ്പോയി. രാവിൻ മറവിൽ മുഴങ്ങി പാർക്കും പുറവയിലൊപ്പം. രാവിൻ മറവിൽ മുഴങ്ങി പാർക്കും പുറവയിലൊപ്പം. കന്യകമാരെ ഉണരൂ, മണവാളൻ വരവായി. ചാടിയണീറ്റ കന്യകമാ വിളക്കുകൈകളിലേന്തി. ഏറെ നേരമെരിഞ്ഞ വിളക്കുകളെന്നവർത്തിപ്പോയി. വേഗമവരാ കരിന്തിരികളിൽ എണ്ണ പകരുകയാ. വിവേകശൂന്യകൾ എണ്ണയില്ല കേണു ചൊല്ലുകയാ. അല്പ എണ്ണയൊഴിക്കണേ
കരിന്തിരി വിളക്കു നോക്കി കരൾ നീറി കരഞ്ഞുപോ കഷ്ടകാലമെന്നോർത്തു പരസ്പരം പഴിച്ചാലും പ്രിയനു നൽകാൻ നിലവിളക്കില്ലാതെ നിലവിളക്കില്ലാതെ കടലിൽ പോയവർ വേഗം വിളക്കിലെണ്ണയൊഴിക്കാൻ ആ നേരം മണവാളൻ മണവറ പോകാനെത്തി വിളക്കുമായെതിരേറ്റും മതിശാലിനികളുമൊത്ത് മധുവിധു നുകരാൻ മണവാളൻ മണിയറവാതിലടച്ചേ ഓർമ്മ കാണില്ലെന്നറിയാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടാമീതിയോ 4 നേരം വെട്ടി വിഴുങ്ങി ആശ്രമത്തിൽ വാദം ചുരുട്ടിരിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് ആ പേര് ചേരുള്ളൂ. എനിക്കത് ചേരില്ല. ഐ ആം ഭാരചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉറവുള്ള പൂരിഞ്ഞു അതിനായിരം ആശകളാൽ ഒരു പൊൻവരവേ തേൻപണ്ടു ഞാൻ അരേ തേൻപണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉറവുള്ള പൂരിഞ്ഞു അതിനായിരം ആശകളാലൊരു പൊൻവരവേ തേൻപണ്ടു ഞാൻ അരേ തേൻപണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉറവുള്ള പൂരിഞ്ഞു അതിനായിരം ആശകളാലൊരു പൊൻവരവേ തേൻപണ്ടു ഞാൻ അരേ തേൻപണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉറവുള്ള പൂരിഞ്ഞു അതിനായിരം ആശകളാലൊരു പൊൻവരവേ തേൻപണ്ടു ഞാൻ അരേ തേൻപണ്ടു ഞാൻ ചിറകുണ്ടോ മിന്ന തേരുണ്ടോ പറക്കുവാൻ മെല്ലെ പറന്നുയരുവാൻ നെഞ്ചിൽ കനവുണ്ട് കുഞ്ചും മനസ്സ്